ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ടർ കിച്ചൺ റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലെമൺ റൈസാണ്. ഇത് യാത്രയൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ നല്ലൊരു മീലാണ്. പെട്ടെന്ന് ചീത്തയായി പോവില്ല. പിന്നെ ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. ഒരു പപ്പടമോ അല്ലെങ്കിൽ അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ മതിയാകും. പിന്നെ ഇത് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം, കൊണ്ടുപോകാനും എളുപ്പമാണ്. കൂടുതൽ നേരം ചീത്താവാതിരിക്കും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ യാത്രയ്ക്കാണ് ഇത് കൂടുതൽ മെയിനായിട്ട് കൊണ്ടുപോകാൻ നല്ലത്. പിന്നെ നമുക്ക് വീട്ടിലും ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ 1 കപ്പ് ചെറിയ പച്ചരി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറുനാരങ്ങ, പിന്നെ കുമിൻ സീഡ്, ചെറിയ ജീരകം, പിന്നെ കുറച്ച് ഉലുവ, പിന്നെ കാഷ്യൂ നട്ട്സ്, പിന്നെ കുറച്ച് കപ്പലണ്ടി വേണം. ഞാനൊരു 1/2 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകൊക്കെ ചേർക്കാം. പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് വേണം. പിന്നെ സാധാരണ നമുക്ക് കറിക്ക് വയ്ക്കുന്ന പരിപ്പ്, അത് കടലപ്പരിപ്പോ പീസ് പരിപ്പോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എടുക്കാം. പച്ചരി ഞാൻ ചെറിയ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ബസ്മതി അരിയും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സിസമി ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നല്ലെണ്ണ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. വേണമെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലോ ഉപയോഗിക്കാം, സൺഫ്ലവർ ഓയിൽ, എന്ത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിലേക്ക് നമുക്ക് കപ്പലണ്ടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. കപ്പലണ്ടി പൊട്ടി തുടങ്ങുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങൾ കരിഞ്ഞു പോകും. അപ്പോൾ ഇപ്പോൾ കപ്പലണ്ടി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. പൊട്ടി തുടങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസ് ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടി ഓരോന്നിങ്ങനെ പൊട്ടി തുടങ്ങുമ്പോഴേക്കും കാഷ്യൂസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കാഷ്യൂ നട്ട്സിൻ്റെ കളറ് ചേഞ്ച് ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ കപ്പലണ്ടിയും കാഷ്യൂസും ഒരുമിച്ച് ഫ്രൈ ആകും. കൂടുതൽ തീയിലേക്ക് വെക്കരുത്. നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് എണ്ണയിൽ നിന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഫ്രൈ ചെയ്യാം കേട്ടോ. കപ്പലണ്ടി വേറെ അല്ലെങ്കിൽ കാഷ്യൂസ് വേറെ, അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കപ്പലണ്ടിയും കാഷ്യൂസും എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ കുറച്ച് എണ്ണ മതിയാവും. നമുക്ക് ഉഴുന്ന് പരിപ്പും സാധാരണ പരിപ്പും കൂടി ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഉഴുന്ന് പരിപ്പ് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ നമുക്ക് മറ്റേ പരിപ്പും ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ സാധാരണ പരിപ്പും കൂടി ചേർക്കുവാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കളർ ചേഞ്ച് ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മൾ ഈ ലെമൺ റൈസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഇത് കടിക്കാൻ കിട്ടുന്നത് വളരെ ടേസ്റ്റാണ്. അതിനാണ് നമ്മൾ ഈ ഫ്രൈഡ് ഐറ്റംസൊക്കെ ചേർക്കുന്നത്. ഇതിനകത്തോട്ട് പീനട്ട്സും കാഷ്യൂസും ഇതെല്ലാം ഫ്രൈ ചെയ്ത് ചേർക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ലെമൺ റൈസിന് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ചേർക്കുമ്പോഴാണ് കൂടുതലായിട്ടും നല്ല ടേസ്റ്റായിട്ട് മാറുന്നത്. അപ്പോൾ ഇത് ഏകദേശം കളർ ചേഞ്ച് ആവുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഒരു 3-4 മിനിറ്റെങ്കിലും വഴറ്റി കൊടുത്താലേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം ആകുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം കളർ ചേഞ്ച് ആയിട്ടുണ്ട്, ഉണ്ടോ, ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി വേറെ പാൻ വെച്ചാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പാനിൽ തന്നെ ഇത് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്ക് വേറെ പാൻ വെച്ച് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഞാൻ സിസമി ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്, നല്ലെണ്ണ. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുക. ഉലുവ പൊട്ടി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് ജീരകം ചേർക്കുക. ജീരകം നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അടുത്ത ചേരുവകൾ ചേർക്കാം.
അതായത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വറ്റൽമുളക് നല്ലപോലെ ഫ്രൈ ആകുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇതിനിടയ്ക്ക് നമ്മൾക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നേരിയ യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. പിന്നെ അല്ലാതെ വലിയ പ്രത്യേകിച്ച് ടേസ്റ്റിനൊന്നും വേണ്ടിയിട്ടല്ല മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഈ മുളകും ജീരകവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വളരെ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞ ചുവയൊക്കെ വരും. അപ്പോൾ നമ്മളുടെ ലെമൺ റൈസ് വളരെ മോശമായി പോവും, കഴിക്കാൻ പറ്റാത്ത രീതിയിലാവും. അപ്പോൾ ഈ മുളകൊക്കെ മുരിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിതിന് ഇടയ്ക്ക് വേപ്പില ചേർത്തിരുന്നു കേട്ടോ. ഇത് ഞാൻ റൈസ് ഇടുന്നതിന് മുന്നേ വേപ്പില അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ആ സമയത്ത് വേപ്പില ചേർക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ചോറ് ഇട്ട് കൊടുക്കുക. വേവിച്ച ചോറാണ് ഞാൻ, കൂടുതൽ വെന്തുടഞ്ഞ് പോകാതെ വേവിച്ചെടുത്തതാണ് ആ അരി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ യെല്ലോയിഷ് കളറൊക്കെ വന്നപ്പോൾ കണ്ടോ നല്ല അട്രാക്റ്റീവ് ആയില്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആ 2 ചെറുനാരങ്ങയുടെ നീര് കുറച്ച് ഉപ്പും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ തളിച്ചു കൊടുക്കുന്നത്. ചോറിൽ ഞാൻ കുറച്ച് ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ. പിന്നെ ചെറുനാരങ്ങയുടെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാനാണ് കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് തളിച്ചു കൊടുത്തത്. ഇനി ഇത് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 3 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറുനാരങ്ങയുടെ പുളിയും ഉപ്പും എല്ലാം ചോറിൽ പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ പരിപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉഴുന്ന് പരിപ്പും പിന്നെ സാധാരണ കറി വയ്ക്കുന്ന പരിപ്പും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചോറും ഈ പരിപ്പുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും പിന്നെ കപ്പലണ്ടി ഗ്രൗണ്ട് നട്ട് അതും കൂടി ചേർക്കുക. അപ്പോൾ കാഷ്യൂസും കപ്പലണ്ടിയും വറുത്തത് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമുക്ക് വേറെ ഇനി പ്രോസസ്സൊന്നും ഇല്ല. നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത് പെട്ടെന്ന് ചീത്തായൊന്നും പോവില്ല. നമ്മളിതിലേക്ക് സവാള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ലെമൺ റൈസ് ആയതുകൊണ്ട് ലെമൺ ജ്യൂസ് ചേർത്തിട്ടുള്ളതുകൊണ്ട് ചോറ് പെട്ടെന്ന് അങ്ങോട്ട് ചീത്തായും പോവില്ല. അപ്പോൾ നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പിന് പോകുമ്പോഴൊക്കെ നമുക്ക് ഈ റൈസ് ഉണ്ടാക്കി കൊണ്ടുപോകാൻ വളരെ സൗകര്യമാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പപ്പടമോ അച്ചാറോ അല്ലെങ്കിൽ കൊണ്ടാട്ട മുളക് ഫ്രൈ ചെയ്തതോ ഒക്കെ ആയിട്ട് നമുക്ക് ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ വീട്ടിലിരിക്കുമ്പോഴും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.